പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 2019-നേക്കാൾ 4% കുറവ് വോട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൽ കൂടുതൽ ആളുകൾ ബൂത്തിലെത്തി. ഇരു മുന്നണികളും പ്രതീക്ഷയോടെയാണ് പോളിംഗിനെ കാണുന്നത്. രണ്ട് മുന്നണികളും തമ്മിൽ വാശിയേറിയ പ്രചരണ പരിപാടികൾ നടന്നെങ്കിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാൻ സാധിച്ചില്ല. 2019-ലെ 77% നിന്നും 73%-ലേക്ക് പോളിംഗ് കുറഞ്ഞു. ഇതോടെ മുന്നണികളും ആശങ്കയിലാണ്. കഴിഞ്ഞ തവണ വി.കെ. ശ്രീകണ്ഠന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ വോട്ടുകളാണ്. ഇത്തവണ 4% കുറവ് പോളിംഗാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മണ്ണാർക്കാട് യു.ഡി.എഫിന് ആത്മവിശ്വാസമാണ്. അതേസമയം പ്രശ്നങ്ങൾ പരിഹരിച്ച പി.കെ. ശശി മണ്ണാർക്കാട് വീണ്ടും പ്രചരണത്തിന്റെ ചുമതല ഏറ്റെടുത്തത് എൽ.ഡി.എഫിനും പ്രതീക്ഷ നൽകുന്നു. ഇരു മുന്നണികളും ഉറ്റുനോക്കുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറികൾ സൃഷ്ടിക്കും. യു.ഡി.എഫിന് പിന്തുണ ലഭിക്കുന്ന പാലക്കാട്, പട്ടാമ്പി മണ്ഡലങ്ങളിലും പോളിംഗ് വലിയ തോതിൽ കുറഞ്ഞു. എൽ.ഡി.എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഷൊർണൂർ, മലമ്പുഴ, ഒറ്റപ്പാലം, കോങ്ങാട് മണ്ഡലങ്ങളിൽ താരതമ്യേന പോളിംഗ് ഉയർന്നു നിൽക്കുന്നുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതും ഷൊർണൂർ മണ്ഡലത്തിലാണ്. ഇടതുകോട്ട എന്ന വിശേഷണമുള്ള പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ.ഡി.എഫ് തിരികെ പിടിക്കുമോ അതോ മണ്ഡലം യു.ഡി.എഫിനൊപ്പം തുടരുമോ? ഇനിയുള്ളത് കണക്കുകൂട്ടലിന്റെ ദിനങ്ങളാണ്. ക്യാമറമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.